പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജൂസ്റ്റുഡിയോ എന്ന ഈ യൂട്യൂബ് ചാനലിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനൽ വഴി കർത്താവിൻ്റെ വചനം പങ്കിടുവാൻ ലഭിക്കപ്പെട്ട നല്ല അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചന ഭാഗം വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 17-ാം വാക്യം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിന്റെ ശക്തമേറിയ ഒരു പ്രസ്താവനയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. നമ്മുടെ ഇന്നത്തെ വചനചിന്ത, ഒരുവൻ ക്രിസ്തുവിൽ ആകുക, ഇൻ ക്രൈസ്റ്റ്. അതാണ് നമ്മുടെ വിഷയം. അപ്പോസ്തലനായ പൗലോസ് ഈ പ്രസ്താവന ഇവിടെ എഴുതുമ്പോൾ അത് എഴുതുവാൻ തന്നെ പ്രേരിപ്പിച്ച കാര്യം അതിൻ്റെ മുകൾ ഭാഗത്ത് വചനത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. എല്ലാവർക്കും വേണ്ടി മരിച്ചു. പാപികൾക്ക് വേണ്ടി, ദോഷികൾക്ക് വേണ്ടി, സകല മനുഷ്യരാശിക്കും വേണ്ടിയാണ് ക്രിസ്തു മരിച്ചത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്നും ക്രിസ്തു നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ അറിഞ്ഞ തൻ്റെ മക്കൾ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ ജീവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുവന് ക്രിസ്ത്യാനിയായി ജീവിക്കുന്നതിന് വലിയ പ്രയാസം ഇല്ല, ക്രിസ്ത്യാനിയായി ജീവിക്കുന്നത്. എന്നാൽ ഒരുവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത് അല്പം പ്രയാസകരമായ അവസ്ഥയാണ് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു അനുഭവം ഏതൊരു വ്യക്തിക്കും ആനന്ദം പകരുന്നതാണ്, സന്തോഷം പകരുന്നതാണ്. ദൈവഹിതമെങ്കിൽ വരും ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്തുവിലാകുന്ന അനുഭവത്തെക്കുറിച്ചും ക്രിസ്തുവിലായാലുള്ള മഹത്വത്തെക്കുറിച്ചും ഒരുവൻ എങ്ങനെ ക്രിസ്തുവിൽ ആകാമെന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ ആകണം. അങ്ങനെ ആയാൽ അവന്റെ സകല സാഹചര്യങ്ങളും അവിടെ മാറുകയാണ്. ഒരു പുതിയ വ്യക്തി ഉടലെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ പറയാം. ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ അല്പം പാലൊഴിച്ചു വയ്ക്കുന്നു. ദൂരത്തിൽ നിന്ന് ഒരാൾ നോക്കുമ്പോൾ അകത്തുള്ളത് പാലാണോ, അല്ലെ വെറും വെള്ളമാണോ, അല്ലെ കോഫിയാണോ, ടീ ആണോ, ഒന്നും അറിയത്തില്ല. എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ അതിനകത്തെ വസ്തുവല്ല കാണുന്നത്, പുറത്ത് കാണുന്ന കവറിംഗ് ആയി നിൽക്കുന്ന ഗ്ലാസ് ആണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ നാം ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ നമ്മയല്ല കാണുന്നത്, മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണുന്നു. അതാണ് പുതിയ സൃഷ്ടിയുടെ വ്യത്യസ്തത. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് യേശുക്രിസ്തുവിനോടുകൂടെ നിരവധി പേരുണ്ടായിരുന്നു. അതിലെ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് പുരുഷാരത്തെ സംബന്ധിച്ച് അവർക്ക് യേശുവിനെ അനുഗമിക്കണമെന്നേ ഉള്ളൂ. യേശു എവിടെ പോയാലും കൂടെ പോവുക, വചനം കേൾക്കുക, അപ്പം ഭക്ഷിക്കണം. ഇതാണ് അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം. സ്തോത്രം. നമ്മൾ ഈ ഭാഗം തെറ്റായിട്ടല്ല പറയുന്നത്, നമ്മുടെ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇവർ യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്നു, സ്തോത്രം, പിൻഗമിക്കുന്നു, അനുഗമിക്കുന്നു. എന്നാൽ വേറൊരു കൂട്ടരുണ്ട്, അവർ യേശുവിനോട് കുറെ കൂടെ അടുത്ത് എപ്പോഴും യേശുവിനോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ, ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ പേരാണ് അപ്പോസ്തലന്മാർ. അവർ കുറെ കൂടെ യേശുവിനോട് അടുത്തുണ്ട്. എന്നാൽ അതിനേക്കാളിലും കുറെ കൂടെ അടുത്തുള്ള ഉണ്ടായിരുന്നു ഒരു 3 പേർ. യേശു പ്രത്യേക സന്ദർഭങ്ങളെല്ലാം ഇവരെ 3 പേരെ കൊണ്ടുപോയി. മലയിലെ പ്രാർത്ഥനയിൽ, യായിറോസിന്റെ വീട്ടിൽ, അതുപോലെ തന്നെ ഗെത്സമനയിലെ പ്രാർത്ഥനയിൽ,
എന്നാൽ അതിൽ നിന്നും കുറെ കൂടെ അടുത്തതായ ഒരു ബന്ധമായിരുന്നു യോഹന്നാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് യോഹന്നാനെ കുറിച്ച് പറയുന്നത്, അവൻ യേശുവിൻ്റെ മാറോട് ചാരിയിരുന്നു. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാനാണ് ഈ കാര്യം പറഞ്ഞത്. നമുക്ക് യേശുവിനെ പിൻഗമിക്കുന്നതിന് പല അളവുകളുണ്ട്. ഒരാവശ്യത്തിന് വേണ്ടി യേശുവിനെ പിൻപറ്റാം, കുറെ കൂടെ യേശുവിനടുത്തില്ല. എന്നാൽ അതിനേക്കാളൊക്കെ പ്രാധാന്യമുള്ളതാണ് ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിൽ ആയാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഇതുപോലെ ധന്യമായ നിമിഷം വേറെ ഇല്ല. ക്രിസ്തുവിലായാൽ ആ ജീവിതം എത്ര ശ്രേഷ്ഠമാണ്. വരും ദിവസങ്ങളിൽ പൗലോസിന്റെ ജീവിതത്തിൽ നിന്നും മറ്റ് തിരുവചന ഭാഗങ്ങളിൽ നിന്നും ഒരുവൻ ക്രിസ്തുവിലായാലുള്ള മഹത്വവും ശ്രേഷ്ഠതയും കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചിന്തിക്കുക, പുരുഷാരത്തെ പോലെ ആവശ്യത്തിന് വേണ്ടി മാത്രം പിൻപറ്റാതെ, ശിഷ്യന്മാരെ പോലെ കൂടെയുണ്ട് എന്നാൽ ഉള്ളില്ലാത്ത അവസ്ഥ. എന്നാൽ അതിലൊരു ശിഷ്യൻ യേശുവിന്റെ മാറോട് ചാരിയിരുന്നത് പോലെ ക്രിസ്തുവിൽ നമുക്കുമാകാം. അങ്ങനെ ക്രിസ്തുവിലുള്ള ഒരു ജീവിതത്തിനകത്ത് ഒരു കാര്യമുണ്ട്, സകലതും പുതുതാകും. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവത്തിൽ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും പ്രബോധിപ്പിച്ചും കൊണ്ട് ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ മഹത്വം തിരിച്ചറിയുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. സർവശക്തൻ സർവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.